ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നവംബർ 14th എൻ്റെ സർജറി ഡേ ആണ് കേട്ടോ. അപ്പോൾ വെളുപ്പിനൊരു 5 മണി തൊട്ട് ഫാസ്റ്റിംഗ് ആണ്. അപ്പം ഞാൻ പോയി ഒരു ബണ്ണ് വാങ്ങിച്ച് കഴിച്ചു. എന്നോട് പറഞ്ഞു എന്തെങ്കിലും കഴിച്ചോളാൻ പറഞ്ഞു. അപ്പം നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലൊരു കഫറ്റീരിയ, ഒരു ചെറിയ കഫറ്റീരിയ ഉണ്ട്. അവിടുന്ന് പോയി ബണ്ണൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങി. കുറേ നാൾ കൂടി സുഖമായിട്ട് കിടന്ന് ഉറങ്ങി ഇന്നലെ രാത്രി. അപ്പം രാവിലെ വന്നത് കനൂലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 11 മണിയാകുമ്പോൾ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളെ. അതായത് OT ഫ്രീ ആവുന്നതിനനുസരിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. TT എടുത്തു ഇന്നലെ രാത്രി. ഓർണമെൻറ്റ്സ് ബാക്കിയൊക്കെ ഞാൻ ഊരി വെച്ചു. മാല ലാസ്റ്റ് ഊരാം എന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ നെയിൽ പോളിഷ് മാത്രം റിമൂവ് ചെയ്യാൻ മറന്നുപോയി. നമ്മൾ ടിനുവിൻ്റെ കൂടെ പോയപ്പം ജെല്ലാണല്ലോ ചെയ്തത്. അത് അങ്ങനെ നോർമലി പോവില്ല. അപ്പോൾ പിന്നെ അത് ഡോക്ടറിനോട് പറഞ്ഞ് കൺസേൺ എടുത്തിട്ടുണ്ട്. നഖം അതായത് നമ്മളത് ഭയങ്കര ഹാർഡായിട്ടായിട്ട് ഇരിക്കുക. അപ്പോൾ അത് മാത്രം ഒരു കൺസേൺ എടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പം ഇന്നലെ പറഞ്ഞത് വെച്ചിട്ട് എന്നെ ഒരു 11 മണി, നമ്മുടെ പേപ്പറിൽ 11:30 എഴുതിയിരിക്കുന്നത്. അത് ഗ്യാപ്പ് പോലെ ചെയ്യുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 4 അവർ എന്തായാലും OT ICUവിൽ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഫുൾ ബോഡി മയക്കിയിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നത് മറ്റേ സിസേറിന് എനിക്ക് ബോധമെങ്കിലും ഉണ്ടായിരുന്നു, ഇതിന് ബോധം ഉണ്ടാവില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് സ്റ്റേബിളായിട്ടായിരിക്കും വിടുക. അപ്പോൾ നമ്മൾ പാച്ചുവിൻ്റെ അങ്ങനെയാണ് കണ്ടത്. ഒന്ന് സ്റ്റേബിളായിട്ട് വിടും. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് സർജറി കഴിഞ്ഞതിന് ശേഷം റൂമിൽ വന്ന് ഇരുന്നോളാൻ. ഡോൺ ചേട്ടൻ്റെ 2 പിള്ളേരെയും റെഡിയാക്കി സ്കൂളിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ വരും, ഒരു 10 മണി കഴിയുമ്പോൾ വരും. അപ്പോൾ ഇൻഷുറൻസിലൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകാമെന്നാണ് വിചാരിച്ചു, പിന്നെ കഴിക്കാത്തത് കൊണ്ട് വേണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ കനൂലേക്ക് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വന്ന് കൺസേൺ വാങ്ങിച്ചിട്ട് പോയി. നമ്മൾ അനസ്തേഷ്യയ്ക്കും സർജറിയൊക്കെ തരുമ്പം കൺസേൺ വാങ്ങിക്കുമല്ലോ. അപ്പോൾ അമ്മ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഡോൺചേട്ടൻ എത്താത്തതിൻ്റെ പേരിൽ അമ്മ ആ കോളം നികത്തി. ഡോൺചേട്ടൻ പറഞ്ഞിരുന്നു എനിക്കെന്തായാലും എത്താൻ പറ്റില്ല, അമ്മയോട് ചെയ്യാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മേനെ ജസ്റ്റ് ഒന്ന് പുറത്തിറക്കി വിട്ടാൽ, കാരണം അച്ഛൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛന് ഭയങ്കര പേടിയുള്ള സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ സിസേറിൻ്റെ സമയത്തൊന്നും അച്ഛൻ ഹോസ്പിറ്റലിൽ ഇല്ല. പ്രസവിച്ച് കഴിഞ്ഞ് രാത്രി ആകുമ്പോഴാണ് ഒന്ന് കാണുന്നത്. അതിപ്പം എന്നെ അമ്മ പ്രസവിച്ച് കിടന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പേടിയാണ് മൂപ്പർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ എൻ്റെ സൗണ്ട് നിങ്ങൾ കുറേ നാൾ, ഒരു 3 വീക്സ് കഴിഞ്ഞിട്ടേ എൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുകയുള്ളൂ. അപ്പോഴത്തേക്കിനും എല്ലാം ഉഷാറാവണം. അത് കഴിഞ്ഞ് നമുക്ക് തെറാപ്പി ഉണ്ട്. തെറാപ്പിയൊക്കെ ചെയ്ത് നമ്മൾ ഉഷാറായിട്ട് വരണം. കുറേ പേര് മെസ്സേജും കാര്യങ്ങളും ഒക്കെ അയക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ടെൻഷനുണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. എനിക്ക് ടെൻഷൻ, സർജറീനെ സംബന്ധമായ ടെൻഷനുകളൊന്നും എനിക്കില്ല. നമ്മൾ എന്തായാലും ചെയ്യണം. പിന്നെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചാൽ നമ്മൾ കുറേയും കൂടെ കോൺഷ്യസ് ആവും. അപ്പോൾ അതൊന്നുമില്ല. എനിക്ക് പിള്ളേരുടെ കാര്യം ഓർത്തിട്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ സൗണ്ട് കൊണ്ടാണ് ഞാൻ അവർ പിടിച്ചു വെക്കണം. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇത് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഒന്ന് ബാത്റൂമിലൊക്കെ പോയിട്ടൊന്ന് ഫ്രഷ് ആവണം. നമ്മൾ ഫാസ്റ്റിങ്ങിലാണ്, 5 മണി തൊട്ട് ഫാസ്റ്റിങ്ങിലാണ്. വെള്ളം കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഉറക്കം വരിക എന്താണെന്നറിയില്ല. ഹോസ്പിറ്റലിൽ വന്ന് കയറിയപ്പോൾ എനിക്ക് ഉറക്കം വരിക. മേ ബി നമ്മൾ എപ്പോഴും രാത്രി ആയാലും ഞാനൊരു 4 പ്രാവശ്യമെങ്കിലും ചാക്കോടെ ആവശ്യങ്ങൾക്ക് എഴുന്നേക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ അങ്ങനെ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കും. ഇപ്പോൾ കസിൻസ് എല്ലാം വിളിച്ച് അവളെ കയറ്റിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മീൻ്റെ അവിടെ നിന്നായാലും റോസേച്ചി, അക്കി, പേപ്പൻ, വലിയ ഡാഡി ഒക്കെ വിളിച്ച് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയും. പിന്നെ നമുക്ക് ഫാമിലി ഗ്രൂപ്പുണ്ട്. മമ്മീൻ്റെ വീട്ടിൻ്റെ അവിടെ, മമ്മീയുടെ സിസ്റ്ററിൻ്റെയും അവരുടെ ഫാമിലി സംബന്ധമായ ഗ്രൂപ്പുണ്ട്. സോ അതിൽ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നുണ്ട്. പിന്നെ യൂട്യൂബ് ചാനലും ഒക്കെ ആയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് നിങ്ങളുമായിട്ട് ഇനി സൗണ്ട് അങ്ങനെ എൻ്റെ ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. അല്ലാണ്ട് അങ്ങനത്തെ വേറെ വിഷമങ്ങളൊന്നും എനിക്കില്ല. ഗ്യാസ് കയറി തുടങ്ങി. ട്രിപ്പിടുമായിരിക്കും പോകുന്നത്. അതായത് ഡ്യൂട്ടി നേഴ്സ് അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്തു വെച്ചു. കാരണം OT ഫ്രീ ആവുന്നതിനനുസരിച്ചാണല്ലോ വിളിക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് അവർക്കൊരു ഹറി പറയും. ആദ്യം റൈറ്റ് ഹാൻഡ് അടുത്ത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് താല്പര്യമില്ലായിരുന്നു. വന്നിട്ടായാലും ഒന്നൊരു വീഡിയോ എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. വീഡിയോ എടുക്കുന്നതിൻ്റെ അല്ല, എനിക്ക് ഒരിക്കലും റൈറ്റ് ഹാൻഡിൽ കിട്ടാറില്ല. എനിക്ക് മോസ്റ്റ്ലി ഇവിടെയാണ് കിട്ടാറ്. ഈ സൈഡിൽ ആദ്യമായിട്ടാണ്
കുത്തണത്. എനിക്ക് തോന്നുന്നു ചാക്കോച്ചൻ്റെ ഡെലിവറിക്ക് റൈറ്റ് ഹാൻഡിലാണ് കുത്തിയെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഫോണും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോകാനാണ്. ഓൺ ചേട്ടനായാലും വീഡിയോ എടുത്ത് തന്നാൽ മതിയല്ലോ, എനിക്ക് വാട്സപ്പ് ചെയ്ത് തരും. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കാം. ചാക്കോച്ചാ ഓച്ചു തരുന്ന സ്നാക്സ് കഴിച്ചോളൂ കേട്ടോ ചാക്കോ. തോമുകുട്ടാ, ഓച്ചു തന്നുവിടുന്ന സ്നാക്സ് കഴിച്ചോളൂ കേട്ടാ. ചാക്കോ കഴിക്കില്ലേ? എന്തോ ഗുഡ് ബോയ്സ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ രണ്ടുപേരും. ചാക്കോ സുഖാണോ? കുഴപ്പമില്ലല്ലോ. സുഖാണോ? മരുന്ന് കൊടുത്തോ? ആ എന്തോ സ്കൂളിൽ പോയിട്ട് ഗുഡ് ബൈ ആയിട്ട് വായോട്ടാ. ഭക്ഷണം കഴിച്ചോളൂ, ഓച്ചു തരുന്ന ഭക്ഷണം കഴിച്ചോളൂ കേട്ടാ. വഴക്കുണ്ടാക്കരുത്, വന്നിട്ട് ഡാഡി ആയിട്ട് വഴക്കുണ്ടാക്കരുത് കേട്ടാ. ഫോണെടുക്കണ കുട്ടികൾക്കൊക്കെ ഓരോ ഇഞ്ചക്ഷൻ കൊടുക്കുക. ഇവനോട് അത് ഡിവൈനാണ് സംഭവിച്ചത്. പക്ഷെ ഫോൺ നോക്കാണ്ടിരിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് വേണോ? ഒറ്റ ഇഞ്ചക്ഷൻ ഉള്ളൂ, വേണമെങ്കിൽ ചെറുത് ആ ഇഞ്ചക്ഷന്റെ കുപ്പി വാങ്ങി കൊടുക്കണ്ടോ. നല്ല സ്ഥലത്ത് അതിലിപ്പൊ പ്രഷർ നോക്കലുണ്ടെങ്കിൽ ഇപ്പൊ പ്രഷർ രണ്ടു കയ്യിൽ സാധനം ഉണ്ട്, ഇല്ലെങ്കിൽ എന്തോ വാവുന്നത്. എന്താ പറ്റിയേ? കുത്തിയാ? ആര്? അമ്മയാണോ കുത്തിയത്? അമ്മ കുത്തിയപ്പോ അമ്മയ്ക്ക് വാവു. ഹലോ ഒരാൾ വിളിച്ചിരിക്കും. പിടിച്ചോട്ടെ, ഇറങ്ങിപ്പോ. ഞാൻ തന്നല്ലോ, വേണം.
സ്കൂളിൽ പോയോ? ഗുഡ് ബൈ ആയിട്ട് പോയി പറഞ്ഞേ. വീഡിയോ വെച്ചിട്ടില്ലോ? വന്നിട്ടില്ല. കണ്ട മരുന്ന് കുടിക്കണ തോമോന് വേണ്ടേ? Di